വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഒരു അട ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ബൗൾ എടുത്ത് നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര ചീവിയതോ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ ഏലക്ക ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇവയെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാ കൂട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാതും യോജിച്ചു വന്നിട്ടുണ്ട്. ചപ്പാത്തി പരുവത്തിൽ നിന്നും കുറച്ചുകൂടി അളവ് വേണം. ഇവിടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പരത്താനുള്ള ഇലയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കാം. ഇത് പരത്തുന്നതിനൊപ്പം നമുക്കൊന്ന് കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് പരത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. പരത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് നൈസായി ഇലയുടെ എല്ലാ ഭാഗത്തേക്കും മാവ് എത്തുന്ന വിധം പരത്തി കൊടുക്കാം. ഇടയ്ക്കൊന്ന് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പം വളരെ നൈസായിട്ടാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. പോരാത്ത മാവ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഇലയിൽ കുറച്ച് മാവ് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തി കൊടുത്ത് മാവെല്ലാം ഇലയുടെ എല്ലാ വശത്തും എത്തുന്ന വിധം ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാവരെയും മാവ് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവയെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി അടുപ്പിൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവയൊന്ന് മടക്കി കൊടുക്കാം. എല്ലാ വശവും ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇഡ്ഡലിത്തട്ടെല്ലാം തയ്യാറായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വെച്ച് അടച്ചു വെച്ച് ഇവയെ ഒരു 10 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. അതേസമയം തന്നെ ഞാൻ ഒരു മുട്ടപ്പച്ചട്ടി അല്ലെങ്കിൽ പരന്നിട്ടുള്ളൊരു ചട്ടി, അടയൊക്കെ ചുടുന്ന പോലത്തെ ഒരു ചട്ടി അപ്പുറത്തെ അടുപ്പിൽ വെച്ച് അതിൽ അട ചുട്ടെടുക്കുന്ന രീതിയിലും കൂടി ഒന്ന് ചെയ്തു നോക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ അട പരത്തിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇലയുടെ നിറമെല്ലാം പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇരുവശവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇവയെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എന്തായി എന്ന് നോക്കാം. ഇലയെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഉൾഭാഗം കൂടി എങ്ങനെയായി എന്ന് നോക്കാം. അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ച അട എന്തായി എന്ന് നോക്കാം. ആവിയിൽ വേവിച്ച അടയുടെയും ഇലയുടെ കളറെല്ലാം മാറി അട വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിവയെ എടുത്തു മാറ്റാവുന്നതാണ്. നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് എന്ന് തുറന്നു നോക്കാം. നല്ല ചൂട് അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയുടെ കൂടെ അല്പം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല. ഇനി നമുക്കതൊരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് സെർവിങ് പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇലയിൽ
വേവിച്ച അടയുടെ ഇലയുടെ മണവും വ്യത്യാസമാണ്. നമ്മൾ ചുട്ടെടുത്ത അടയുടെ ഇലയ്ക്കും വ്യത്യസ്ത മണമാണ്. രണ്ടും നല്ല മണങ്ങൾ തന്നെയാണ്. രണ്ടിൻ്റെയും രുചികൾക്കും വ്യത്യസ്തതയുണ്ട്. കണ്ട, അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആവിയിൽ വേവിച്ചത് ചുട്ടെടുത്തതിന് കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരിക്കും. കണ്ട, അത് ഇത്തിരി സോഫ്റ്റ്നെസ് കുറവാണ്. എന്നാൽ ടേസ്റ്റിൽ യാതൊരു മാറ്റവുമില്ല. രണ്ടു തരം ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളുടെ ഗോതമ്പ് അട ആവിയിൽ വേവിച്ചതും ചട്ടിയിൽ ചുട്ടെടുത്തതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. താങ്ക് യു.